പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ ചർച്ച ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ RSSൻ്റെ ആശയപ്രചാരകനായിട്ടുള്ള മിസ്റ്റർ TG മോഹൻദാസ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന ഉജ്ജ്വലമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ, അതിൽ പങ്കെടുത്ത പെൺകുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ടും കൊലവിളി നടത്തിക്കൊണ്ടും നടത്തിയ ഒരു വീഡിയോ പ്രഭാഷണത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളെ, സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു എന്ന് പ്രസ്താവിച്ചത്. അങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിൽ യാതൊന്നും അസ്വാഭാവികമായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര മനുഷ്യത്വരഹിതമാണ്, എത്ര ക്രൂരമാണ് ഓരോ RSSകാരൻ്റെയും മനസ്സ് എന്നതാണ് കാണിക്കുന്നത്. പരീക്ഷാക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരായിട്ട് ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയിട്ട് പന്താടിയ NS കോച്ചിങ് മാഫിയ അവർക്ക് കൂട്ടുനിന്ന കേന്ദ്ര സർക്കാരിനുമെതിരായിട്ടാണ്. അതിൽ മരണപ്പെട്ടുപോയ ആത്മഹത്യ ചെയ്ത ആ വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണം. ഇതിന് ഉത്തരവാദിയായവർ ധാർമ്മികമായ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ CJPയുടെ ആഭിമുഖ്യത്തിൽ സമരം ആരംഭിച്ചത്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ആ സമരമുഖത്തുണ്ട്, അതിന് നേതൃത്വസ്ഥാനത്തുണ്ട്. അവരുടെ അചഞ്ചലമായ, പിറകോട്ടില്ലെന്ന ധീരമായ പ്രഖ്യാപനമാണ് ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. കഴിഞ്ഞ ജൂൺ 6-നാണ് സമരം ആരംഭിച്ചത്. ആ സമരത്തെ അടിച്ചമർത്താൻ പോലീസിനെ കയറി വിടുകയാണ് BJP സർക്കാർ ചെയ്തത്. പക്ഷെ പോലീസിൻ്റെ മർദ്ദനങ്ങളെല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് ആ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ തയ്യാറായത്. വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെയും ആ കീഴടങ്ങാത്ത, ഒരു ഭീഷണിക്ക് വഴങ്ങാത്ത പ്രക്ഷോഭകരമായ ആ മുന്നേറ്റത്തിന് മുമ്പിൽ അവസാനം കേന്ദ്ര സർക്കാരിന് കീഴടങ്ങി. 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഡൽഹി നഗരത്തിലിറക്കിക്കൊണ്ട് പാർലമെൻറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചതോടുകൂടി നരേന്ദ്രമോദി സർക്കാർ 2014 ശേഷം നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായി. സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന അവസ്ഥയുണ്ടാക്കി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു. അതിൻ്റെ ഇളിഭ്യത മറച്ചു വെക്കാൻ തങ്ങളുടെ 56 ഇഞ്ച് മാറുവണ്ണത്തിൻ്റെയും കായിക ബലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ഭയപ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വലിയ രീതിയിലുള്ള ഭയമുണ്ടാക്കി, പേടിയുണ്ടാക്കി. വിദ്യാർത്ഥികളുടെ അസന്ദിഗ്ധമായ, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത, ഒരു ചാഞ്ചാട്ടവുമില്ലാത്ത പ്രക്ഷോഭമുഖത്തെ ധീരതയ്ക്ക് മുമ്പിൽ സർക്കാരിന് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. അതിൻ്റെ ലഭ്യത മറക്കാൻ വേണ്ടിയിട്ട് വലിയ ആക്ഷേപങ്ങൾ പോലീസിനെ ഇറക്കി ഇപ്പോൾ ഡൽഹിയിൽ ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന അറസ്റ്റ് ഭീഷണികൾ, ഇതെല്ലാം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്ന ഒരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ജാള്യത മറക്കാനുള്ള ശ്രമമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മിസ്റ്റർ TG മോഹൻദാസ് എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ആശയപ്രചാരകൻ ഡൽഹി സമരത്തെ, ജന്തർ മന്ദറിലെ സമരത്തെ പോലീസിനെ ഇറക്കി വെടിവെച്ച് നേരിടേണ്ടതാണ്. മരിച്ചു വീഴുന്ന ശവങ്ങളൊക്കെ പെറുക്കി ആശുപത്രിയിലെത്തിച്ച് മതിയായിരുന്നു. അതിലും കടന്ന അദ്ദേഹം എന്താണ് പറഞ്ഞത്? ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ
വസ്ത്രത്തെക്കുറിച്ച്, അവരുടെ ശരീരാവയവങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണം കെട്ട രീതിയിൽ അദ്ദേഹം അപഹസിച്ചു സംസാരിച്ചു. വിദ്യാർത്ഥികളെ ലൈംഗികമായി അദ്ദേഹം അധിക്ഷേപിച്ചു. അവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ ബലാത്സംഗം ചെയ്യണം, വെടിവെച്ചാൽ പോരാ, വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം എന്ന് പറഞ്ഞു. ബലാത്സംഗം എല്ലാ കാലത്തും ലോകത്തിൽ, ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫാസിസ്റ്റുകളുടെ ഒരു സൈനിക തന്ത്രമാണ്. വിയറ്റ്നാമിൽ US പട്ടാളത്തിനെതിരായിട്ട് മുളക്കുന്തങ്ങൾ ഏന്തി പോരാടിയവരാണ് വിയറ്റ്നാമിലെ വിപ്ലവകാരി, വിയറ്റ്നാമിലെ ജനത. ആ വിയറ്റ്നാം വിമോചന സേനയെ കീഴടക്കാൻ ബലാത്സംഗത്തെ ആയുധമാക്കണം, ലിംഗങ്ങൾ കൊണ്ട് വിയറ്റ്നാമിലെ സ്ത്രീകളെ കീഴടക്കണം. അങ്ങനെ കീഴടക്കിക്കഴിഞ്ഞാൽ വിയറ്റ്നാമിലെ പുരുഷന്മാർ വലിയ രീതിയിൽ നിശ്ചലരാകും, അവരുടെ പോരാട്ടവീര്യം തകരും, അവർ ദുർബലരാകും. അതുകൊണ്ട് ലിംഗങ്ങൾ കൊണ്ട് വിയറ്റ്നാമിലെ സ്ത്രീകളെ ലക്ഷ്യമിടണമെന്ന് ആഹ്വാനം ചെയ്ത പെൻറ്റഗൺ US സൈന്യത്തിലെ ഓഫീസർമാർ, അവർ വിയറ്റ്നാമിൽ ഏജൻ്റ് ഓറഞ്ച് മാത്രമല്ല, തങ്ങൾ കടന്നു ചെന്ന പ്രദേശങ്ങളിലെ ഗ്രാമവാസികളായ സ്ത്രീകളെ കൂട്ടത്തോടെ റേപ്പ് ചെയ്തു. സയനിസ്റ്റുകളുടെ ചരിത്രം എന്താണ്? സയനിസ്റ്റുകളും ഉമ്മ പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്യണമെന്ന് പരസ്യമായി പറയുന്നവരാണ്. ഹമാസ്, പലസ്തീൻ വിമോചന പ്രസ്ഥാനം ഇസ്രയേൽ സേനയ്ക്കെതിരായി ഉയർന്ന ഭീഷണിയെ നേരിടാൻ, അവിടുത്തെ പോരാളികളെ ദുർബലമാക്കാൻ അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും റേപ്പ് ചെയ്യണം, ബലാത്സംഗത്തെ ഒരു യുദ്ധതന്ത്രമാക്കണം. ചരിത്രത്തിൽ എല്ലാ ഫാസിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. ഹിറ്റ്ലർ, നാസി സേന കടന്നു വന്ന എല്ലാ പ്രദേശങ്ങളിലും ജൂതരെ മാത്രമല്ല തേടിയത്, സ്ത്രീകളെ വളഞ്ഞു പിടിച്ച് റേപ്പ് ചെയ്ത് കീഴടക്കുക എന്ന സൈനിക തന്ത്രം നാസി സേന യൂറോപ്പിലാകെ പരീക്ഷിച്ചിട്ടുണ്ട്. ഉക്രൈൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാസി സേന ഈ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനെയെല്ലാം അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ചെമ്പട ഹിറ്റ്ലറെ സോവിയറ്റ് യൂണിയനിൽ നിന്നും യൂറോപ്പിൻ്റെ മണ്ണിൽ നിന്നും ഓടിച്ചത്, നാസി സേനയെ. ഇവിടെ RSSകാർ ബലാത്സംഗത്തെ വലിയ രീതിയിൽ ആദർശവൽക്കരിക്കുന്നവരാണ്. തങ്ങൾ അനഭിമതരായി, തങ്ങൾ മ്ലേച്ഛരായി കാണുന്ന ജനവിഭാഗങ്ങളെ തങ്ങൾ കീഴടക്കുന്ന രാജാക്കന്മാരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ സവർക്കറുടെ അനുയായികളാണ് RSSകാർ. TG മോഹൻദാസ് സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും ഒരു അനുയായിയാണ്. ശിവജി യുദ്ധത്തിൽ കീഴടക്കിയ രാജാക്കന്മാരുടെ, മുസ്ലിം രാജാക്കന്മാരുടെ ഭാര്യമാരോട്, സ്ത്രീകളോട് മാന്യമായി പെരുമാറി എന്നത് അതങ്ങനെ ആവേണ്ടിയിരുന്നില്ല, അവരെ ലൈംഗികമായി കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് സവർക്കർ. ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ കണ്ടതാണല്ലോ 2001 ഗുജറാത്ത് വംശഹത്യ. ആ ഗുജറാത്ത് വംശഹത്യയിൽ നമ്മളെന്താണ് കണ്ടത്? ബിൽക്കിസ് ബാനു അവരുടെ കൂടെയുണ്ടായിരുന്ന 14 ആളുകളെ കൊന്ന് ഈ സ്ത്രീയെ നിരവധി പേർ തുടർച്ചയായി ബലാത്സംഗം ചെയ്തു. അവർ മരിച്ചുപോയി എന്ന് കരുതി ഇട്ടേച്ചു പോയതാണ്. കൗസർ ബാനു എന്ന പെൺകുട്ടിയെ, എന്ന സ്ത്രീയെ, ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് അതേ ഗർഭപാത്രത്തിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട് ഭ്രൂണഹത്യ നടത്തിയവരാണ് RSSകാർ. സ്ത്രീകളോട് അവരുടെ സമീപനം, ഗർഭസ്ഥ സ്ത്രീകളെപ്പോലും ബലാത്സംഗം ചെയ്യുന്ന അവരുടെ ന്യൂനപക്ഷ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ സൈനിക തന്ത്രം, ഉന്മൂലതന്ത്രം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. ആ ഒരു രാഷ്ട്രീയമാണ്, ആ ഒരു സംസ്കാരമാണ്, ആ ഒരു ക്രൂരതയെ ജീവിതമൂല്യമാക്കിയ രാഷ്ട്രീയമാണ് ഈ TG മോഹൻദാസിനെ പോലുള്ള RSS വക്താക്കളെ, RSS ആശയപ്രചാരകരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് RSS? ഇന്ത്യൻ ഫാസത്തിൻ്റെ കാലാൾപ്പടയായ RSS എന്താണ് എന്ന കാര്യം കൃത്യമായി
പുറത്തു വരികയാണ്. RSSകാർ വലിയ രാഷ്ട്രസേവകരാണ്, സാമൂഹ്യ സേവകരാണ്, ഉത്തമന്മാരായിട്ടുള്ള രാജ്യസ്നേഹികളാണ് എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന നിഷ്കളങ്ക ബുദ്ധികളായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഭീകരരുടെ സംഘടിത പ്രസ്ഥാനമാണ്. ക്രൂരതയെ ജീവിതമൂല്യമാക്കിയ വർഗീയവാദികളാണ് RSSകാർ. അവരുടെ ആശയപ്രചാരകനായിട്ടുള്ള TG മോഹൻദാസ്, അദ്ദേഹം പെൺകുട്ടികളുടെ പിതാവ് കൂടിയാണ്. അങ്ങനെ ഒരാളാണ് സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യേണ്ടതായിരുന്നു. അവർ ബലാത്സംഗം ആഗ്രഹിക്കുന്നുണ്ട്. ബലാത്സംഗം ചെയ്താൽ പരാതി ഉണ്ടാവില്ല. ബലാത്സംഗത്തെ സൈനികായുധമാക്കണം, സൈനിക തന്ത്രമാക്കണം എന്ന് വാദിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഈ ഭീകരതയുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഈ പ്രക്ഷോഭകർക്കും ജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ടുള്ള RSSൻ്റെ ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യരാശി, നമ്മുടെ സമൂഹം നേടിയെടുത്ത നന്മയുടെ, മാനവികതയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. മാനവികതയ്ക്ക്, സ്ത്രീത്വത്തിന് പ്രക്ഷോഭം നടത്തുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന, അവരെ വെടിവെച്ചും ബലാത്സംഗം ചെയ്തു നേരിടണമെന്ന് വാദിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ, ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ തുറന്നെതിർക്കുക എന്നത് തന്നെയാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ വഴി.